പ്ലാൻ ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്ലാന്റ്സുകളുടെ സെയിൽ തന്നെയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സുകളാണ് കേട്ടോ. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൻ്റെ പേര് പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരെല്ലാവരും കയറി കാണാം കേട്ടോ. അതിൽ നമ്മൾ സെയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബുഷി പോട്ടുകളുടെ സെയിൽസ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. കലാത്തിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും സെമി ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ലീഫി പ്ലാന്റ്സുകളിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കലാത്തിയ. അതുപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥ, മഴയുള്ള കാലാവസ്ഥ കലാത്തിയ പ്ലാന്റ്സുകൾക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സീസണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന പ്ലാന്റ്സുകളെല്ലാം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും പ്ലാന്റുകൾ അയച്ചു തരുന്നുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് തിങ്കളാഴ്ച മുതലായിരിക്കും. കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരാം. നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സുകളാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോളുകൾ പരമാവധി ഒഴിവാക്കുക. ഇനിയിപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഓരോ കലാത്തിയ പ്ലാന്റ്സിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടാലും മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ കൊറിയേഴ്സ് അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം പറയാം നിങ്ങൾക്ക് DTDC ആണോ വേണ്ടത്, സ്പീഡ് പോസ്റ്റ് ആണോ വേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യുക. അഡ്രസ്സ് തരുമ്പോൾ കറക്റ്റ് നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പറും വെച്ച് തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിൽ ഏതൊക്കെ പ്ലാന്റുകളാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി ഒരു 8 വെറൈറ്റികളും കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബുഷി പോട്ട്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഒത്തിരി നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഈ കാണുന്ന ക്രിംസനൊക്കെ തന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഒരു ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സെമി ഇൻഡോർ ആയിട്ട് ബുഷി പോട്ട്സുകൾ വെക്കണമെന്നുള്ളവർക്കും സെല്ലേഴ്സായിട്ടുള്ള സെയിലിന് ഉദ്ദേശിക്കുന്നവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ ഈ കാണിക്കുന്ന ഏകദേശം ഒരു 8 വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റ്സുകളുടെയും ബുഷി ആയിട്ടുള്ള പോട്ടുകൾ മാത്രമായിട്ടാണ് കേട്ടോ. ഇനി സിംഗിൾ ഷൂട്ടുകൾ വേണമെന്നുള്ളവർക്ക് അങ്ങനെയുള്ള സെയിൽസ് വീഡിയോസ് നമ്മൾ കൂടുതലായിട്ടും പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അവിടെ കോംബോ ആയിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ചാനലിൽ ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും എടുത്ത് കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ കലാത്തിയ ക്രിംസൺ എന്ന് പറഞ്ഞത് ഒരു ഡാർക്ക് പിങ്ക് കളറും അതുപോലെ സൈഡിലൊരു ബ്രൗൺ ഷെയ്ഡും വരുന്ന പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഷൂട്ടുകളോട് കൂടിയിട്ട് നമുക്കിത് പിരിച്ച് വെച്ച് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീസണാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതേ കട ഞാൻ കാണിച്ചിട്ട് കണ്ടത് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്കിതിൽ ഏകദേശം മിനിമം എല്ലാ പോട്ടുകളിലും 3 തൈകൾ വീതമുണ്ട്. ചിലതിൽ 4 തൈയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു റൂട്ട് ടൈപ്പാടി ഒരു ലീഫ് വരെ കിട്ടിയാൽ ഈ ടൈമിൽ കലാത്തിയ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇത് കലാത്തിയ ക്രിംസൺ ആണ്. ക്രിംസൻ്റെ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പോട്ടാണ്. ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കലാത്തിയയുടെ ബുഷി പോട്ടുകളുടെ റേറ്റ് 280 280+ ECG ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത്. അപ്പോൾ ഈ കാണുന്ന എല്ലാ വെറൈറ്റീസ് കേട്ടോ 8 വെറൈറ്റി ഉണ്ട്. 8 വെറൈറ്റി നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൽ നമ്മൾ കൂടുതൽ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റുകളായിട്ട് കോംബോ ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ അത് കയറി കാണാം. അപ്പോൾ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരട്ടെ. ഇത് മെയിൻലി ആയിട്ട് കൊക്കോപീറ്റും പെർലൈറ്റിലുമാണ് പോട്ടി മിക്സ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടി മിക്സാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൂട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇതിനെ കുറച്ച് മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത് കേട്ടോ. കൊറിയർ ചാർജ് നോർമലി കേരളത്തിൽ നമുക്ക് അകത്ത് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോന് 70 രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് വരുന്ന ഓരോ ഗ്രാംസിനും അതനുസരിച്ചുള്ള ഡിഫറൻസുകൾ ഉണ്ടാവും കേട്ടോ. സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമ്മളത് പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പ്രോപ്പറായിട്ടുള്ള എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് കലാത്തിയ ക്രിംസൺ. ഇനി ഇതാ സെക്കൻഡ് പ്ലാന്റ് കലാത്തിയ റോസിയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി കലാത്തിയ റോസിയാണ്. റോസിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ ഇങ്ങനെ ലീഫിലൊരു
ക്രീം കളറിൻ്റെ സൈഡിൽ ഡാർക്ക് ഗ്രീനും ഒരു റോസ് ഷെയ്ഡ് ഇങ്ങനെ പാറ്റേൺ കയറി വരും. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഈ ഒരു പ്ലാന്റിൽ ഏകദേശം ഒരു 4 ഷൂട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത് മാത്രമല്ല റോസിക്ക് ഒത്തിരി ഡിമാൻഡാണ് കേട്ടോ. അതായത് റോസി പ്ലാന്റ്സ് ചില സീസൺ ഇതിലിപ്പോൾ 1-2 പ്ലാന്റുകൾ ചില സീസണിൽ മാത്രം വരുന്ന പ്ലാന്റുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. ഇനി അടുത്ത് വരുന്നത് കലാത്തിയ മക്കിയോന അല്ലെങ്കിൽ പീക്കോക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു വെറൈറ്റിയാണ്. ഒത്തിരി തൈകൾ വളരെ പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതെല്ലാത്തിനെയും പോട്ടിംഗ് മിക്സ് ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ചകിരിച്ചോറും പെർലൈറ്റും കൂടിയ പോട്ടിംഗ് മിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. എക്സസ് വരുന്ന വെള്ളം ഈ പെർലൈറ്റ് വലിച്ചെടുക്കുകയും നല്ല ഇളക്കം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഈ പോട്ടിംഗ് മിക്സിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പ്ലാന്റ്സുകൾ നല്ലവണ്ണം ഡെവലപ്പ് ആവും. ഇനി ഇത് അടുത്ത വെറൈറ്റി കലാത്തിയ ഇല്ലസ്ട്രിയസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൽ ഒത്തിരി കളേഴ്സ് മിക്സിംഗ് ആണ്. ശരിക്കും ഒരു റോസ് ഷെയ്ഡ് വരും, മജന്ത കളറൊക്കെ വരുന്നു കേട്ടോ. ഇത് മെച്ചൂർഡ് ആവുന്നവരുടെ ലീഫിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു സീസൺ, അതായത് ഈ ഒരു ടൈമിൽ മെയ് മാസത്തിലേക്കാണ് കൂടുതൽ ഈ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഏകദേശം എന്തായപ്പോൾ ഒരു 3 തൈകളോട് കൂടിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബുഷി പോട്ട്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ലീഫ് പാറ്റേൺസ് ധോത്തിയോട് സാമ്യമുള്ളൊരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ വൈറ്റ് ലൈൻസ് ആണ് ഇതിന് വരുന്നത്. ഇത് ഏകദേശം നല്ല ഹെവി ബുഷി പോട്ടാണ് കേട്ടോ. ഇതിൽ ചിലതിൽ 4 തൈകളുണ്ടാവും, ചിലതിൽ 5 തൈകളുണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാത്തിനെയും കട നമ്മളെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു പോകുന്നത്. ഇനി അടുത്തതായി ഇത് ഓർണാണ്ട അല്ലെങ്കിൽ പിൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ അതൊരു ബ്ലാക്കിഷ് പോലത്തെ ഗ്രീനാണ് കേട്ടോ. ലീഫിൽ ഒരു വൈറ്റും പർപ്പിൾ ഒരു റോസ് ലൈൻസും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇച്ചിരി ഹൈറ്റ് വെക്കുന്ന ഒരു കാറ്റഗറിയാണ് കലാത്തിയ വെറൈറ്റീസിൽ കണ്ടോ. അപ്പോൾ ഇതും ഏകദേശം അത്രത്തോളം തന്നെ തൈകൾ, ഒരു 3 തൈകളോട് കൂടിയിട്ടുള്ള നല്ല റൂട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത പ്ലാന്റുകളാണ് നമ്മൾ തരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് കാലാവസ്ഥയാണ്. ഇതിപ്പോൾ 3-4 തൈകൾ നിങ്ങൾക്ക് ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 3-4 മാസം കൊണ്ട് തന്നെ ഈ ഒരു സൈസിലേക്ക് ആ ഓരോ ഷൂട്ടുകളും മാറ്റിയെടുക്കാൻ പറ്റും. അത്രത്തോളം വളരെ പെട്ടെന്ന് തന്നെ നല്ല ബുഷി പോട്ടുകൾ നമുക്ക് ഡെവലപ്പായി കിട്ടും. ഇതാ കലാത്തിയ ധോത്തി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതും അതുപോലെ തന്നെ നല്ല ഡാർക്ക് പർപ്പിളായിട്ടുള്ള ലീഫിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് ഇതിൻ്റെ പ്രത്യേകത. ഇതും ഇത്രത്തോളം തന്നെ ബുഷി ആയിട്ടുള്ള പോട്ടാണ്. ഇതിൻ്റെ റേറ്റും വരുന്നത് 280 ആണ് കേട്ടോ. ഇന്ന് കാണിക്കുന്ന എല്ലാ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബുഷി പോട്ടുകളുടെ റേറ്റ് 280 ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ ലീഫും അതിൻ്റെ ഡിസൈൻസൊക്കെ ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇതും നമ്മുടെ നേരത്തെ കാണിച്ച പിൻ സ്ട്രിപ്പ് പോലെ തന്നെ ഇച്ചിരി ഹൈറ്റ് വയ്ക്കുന്ന കാറ്റഗറിയാണ് കേട്ടോ. നല്ലതുപോലെ ഷൂട്ടുകളൊക്കെ വളരെ പെട്ടെന്ന് വരുന്നത്. ഇച്ചിരി നാരോ ആയിട്ടാണ് അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. കലാത്തിയ പ്ലാന്റ്സുകൾക്ക് എപ്പോഴും ചകിരിച്ചോറ് പോട്ടി മിക്സ് ആയിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ പോട്ടിൽ നിന്നൊന്ന് എടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ കാര്യം എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ പോട്ടിൻ്റെ അടിഭാഗത്തേക്ക് ഒരു റൂട്ട് കണ്ടോ. നല്ല രീതിയിൽ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുമ്പോൾ പതിയെ വേണം സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ഏകദേശം ഒരു 8 വെറൈറ്റി പ്ലാന്റ്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ടോ. ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ക്രിംസൺ ആണ്, ഇത് റോസി, അതുപോലെ തന്നെ അതായത് കലാത്തിയ പീക്കോക്ക്, ഇത് കലാത്തിയ ഇലസ്ട്രിയസ്, ഇത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്ക്, ഇത് കലാത്തിയ ധോത്തി, അടുത്തത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ, അടുത്തത് കലാത്തിയ പിൻ സ്ട്രിപ്പ് അല്ലെങ്കിൽ ഓർണാണ്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 8 വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു. പ്ലാന്റുകൾ വേണ്ടവരോ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, കോൺടാക്റ്റ് ചെയ്യുക. കോളുകൾ പരമാവധി ഒഴിവാക്കാം, മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.